ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പിച്ച വെച്ച് വരുന്നവർക്ക് വേണ്ടി അവർ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട, എന്നാൽ എല്ലാം ഇംഗ്ലീഷ് എനിക്ക് അറിയാമെന്ന് പറയുന്നവർക്ക് പോലും തെറ്റിപ്പോകുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്ലാസ്സിന് മുമ്പ് കഴിഞ്ഞ ദിവസമൊക്കെ വളരെ ബിഗിനേഴ്സിനുള്ള ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ആ ക്ലാസ്സുകളിലൂടെ കാണണം. ഒപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ ഏറ്റവും പ്രധാനമാണ്. ആദ്യം തന്നെ ലൈക്ക് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിൽ ഒരു അക്ഷരത്തിന് തന്നെ ഒരർത്ഥമുണ്ട്. മിക്കവാറും അക്ഷരങ്ങൾ അല്ലെങ്കിൽ വേറെ അക്ഷരങ്ങൾക്കൊന്നും അങ്ങനെ അർത്ഥം വരാറില്ല. ഇംഗ്ലീഷിൽ എ എന്ന് തുടങ്ങുന്ന എ എന്ന വാക്ക് തന്നെ ഒരു അല്ലെങ്കിൽ ഒന്ന് എന്ന് മലയാളത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു കാറ് കാണുമ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും അതിന് കാർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കാർ എന്നതിന് എ കാർ എന്ന് പറയും. ഒരു സ്കൂളാണെങ്കിലോ എ സ്കൂൾ എന്ന് പറയും. ഒരു ബുക്കാണെങ്കിൽ എ ബുക്ക് എന്ന് പറയും, അല്ലേ? അപ്പം ഈ ഒരു എന്നതിന് എ ഉപയോഗിക്കുന്നെങ്കിലും ഈ അർത്ഥത്തിൽ തന്നെ മറ്റൊരു വാക്ക് കൂടി ഇംഗ്ലീഷിലുണ്ട്, അതാണ് ആൻ. അപ്പോൾ വൺ എന്നുള്ളതല്ല കേട്ടോ, ഒരു എന്ന അർത്ഥത്തിൽ ആൻ ഉപയോഗിക്കുന്നു. ഇപ്പം നമ്മൾ എ കാർ, എ സ്കൂൾ, എ ബാഗ്, എ ബസ് എന്നൊക്കെ പറഞ്ഞെങ്കിലും നമ്മളൊരു കുട എന്ന് പറയുമ്പം കുടയ്ക്ക് ഇംഗ്ലീഷിൽ അംബ്രല എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോണേ, അറിയാത്തവർ നോട്ട് ചെയ്യണേ, അംബ്രല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ എ എന്നത് എ അംബ്രല എന്ന് പറയാറില്ല. അതായത് അവിടെ എക്ക് പകരമായിട്ട് ആൻ അംബ്രല എന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം എ ഇ ഐ ഒ യു, ഇപ്പം എ ഇ ഐ ഒ യു എന്നത് അറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ മലയാളത്തിൽ ആ എ ഇ ഒ ഉ എന്നൊക്കെയാണ്. അതായത് നമ്മൾ സ്വരം മലയാളത്തിലെ ആ മുതൽ അം വരെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളില്ലേ, ഈ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഈ സ്വരമാണ് ആദ്യം വരുന്നെങ്കിൽ, അതായത് അ എ ഓ, ഇപ്പം അംബ്രല എന്ന് പറയുമ്പോൾ എന്നുള്ള അക്ഷരമാണ്, എന്ന ഉച്ചാരണമാണ്. അപ്പോൾ ആ ഉച്ചാരണങ്ങൾക്ക് മുന്നിൽ ആൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ഒരു കുട ആൻ അംബ്രല, ഒരു ഓറഞ്ച് ആൻ ഓറഞ്ച്, ഒരു ആപ്പിൾ ആൻ ആപ്പിൾ. ഇങ്ങനെ ആൻ യൂസ് ചെയ്താണ് ഇപ്പം ആംബുലൻസ് ആൻ ആംബുലൻസ്. അപ്പം ഇങ്ങനെ ആൻ യൂസ് ചെയ്യും. അപ്പം ഒരു എന്നതിന് നമ്മൾ എയും ആനും യൂസ് ചെയ്യും. ഓക്കെ, അപ്പം ഒരു കാർ എന്നതിന് എ കാർ എന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാറുകളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അവിടെ ഒരു എസ് കൂടെ ഇട്ട് കൊടുക്കും, എന്നിട്ട് കാർസ്. കുറേ സ്കൂളുകളാണെങ്കിലോ സ്കൂൾസ്. കുറേ അംബ്രല ഉണ്ടെങ്കിൽ, കുടയുണ്ടെങ്കിലോ അംബ്രലാസ്. കുറേ ബാഗ് ഉണ്ടെങ്കിലോ ബാഗ്സ്. കുറേ ബുക്കുണ്ടെങ്കിൽ ബുക്സ് എന്ന് നമ്മൾ പറയും. മനസ്സിലായല്ലോ? അതായത് ഒരെണ്ണമാണെങ്കിൽ അതിന് ആ വേർഡ് മാത്രം, അല്ലെങ്കിൽ എ ബോയ്, ആൻ, എ, ഇങ്ങനെ മാറ്റി മാറ്റി പറയും. പക്ഷേ അവിടെ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബോയ്സ്, ആൺകുട്ടിയാണെങ്കിൽ ബോയ്സ്, പെൺകുട്ടിയാണെങ്കിൽ ഗേൾസ്, അതുപോലെ പശുക്കളാണെങ്കിൽ കൗസ്, ഇങ്ങനെ പറയും. മനസ്സിലായല്ലോ? ഇത് മനസ്സിരുത്തി പോകണം, കാരണം അടുത്ത വരുന്നത് ഇതുമായി തന്നെ റിലേറ്റ് ചെയ്തതാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഓരോ പേരുകൾ, ഇല്ലെങ്കിൽ ആളുകൾ, ഇല്ലെങ്കിൽ മൃഗങ്ങൾ, ഇങ്ങനെ കുറേ പേരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാണല്ലോ, കാർ, സ്കൂൾ, ബസ്, സാധനങ്ങൾ, അതുപോലെ ബോയ്, ഗേൾ, കുട്ടികൾ, പിന്നെ പശുക്കൾ, ഇങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ പറയാണ് കുട്ടി കളിക്കുന്നു. അപ്പോൾ കുട്ടി എന്നുള്ളതിന് ബോയ് എന്നറിയാം. ഇനി കളിക്കുന്നു എന്നുള്ളതിന് എന്തു പറയും? വളരെ സിമ്പിളായിട്ട് പഠിക്കാം. വളരെ മനസ്സിലാക്കി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു പോകാം. ഞാൻ അങ്ങനെ ഒരു സീരീസ് ഓഫ് ക്ലാസ്സസ് തുടങ്ങുകയാണ്. ഓക്കെ, വളരെ പിച്ച വെച്ച് പഠിക്കുന്നവർക്ക് വേണ്ടി തന്നെയുള്ള Day 1 Day 2 ക്ലാസ്സസ് ആണ്.
ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കൂ, ഇത് പറയൂ, ഒരു കുട്ടി എന്ന് പറയുന്നത് ബോയ് എന്ന് പറഞ്ഞു, ബോയ് കളിക്കുന്നു, കുട്ടി കളിക്കുന്നു എന്ന് നമ്മൾ പറയാം. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സുകളാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ്സസിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ഓരോരുത്തരെയായിട്ട് പേഴ്സണലായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നോക്കൂ, അപ്പോൾ ഒരു കുട്ടി കളിക്കുന്നു എന്ന് പറയാം. അപ്പോൾ കുട്ടി എന്നുള്ളതിന് നമ്മൾ ബോയ് ആണെന്ന് പറഞ്ഞു, കുട്ടികൾ എന്നുള്ളതിന് ബോയ്സ് എന്നാന്ന് പറഞ്ഞു. പക്ഷെ കളിക്കുക എന്നുള്ളതിന് എന്താണ്? പ്ലേ ആണ് അല്ലേ. കളിക്കുന്നു എന്ന് വരുന്നതിന് നമുക്ക് പ്ലേ എന്നും പറയാം, അതുപോലെ പ്ലേസ് എന്നും പറയാം, PLAYS, പ്ലേ എന്നും പറയാം, പ്ലേസ് എന്നും പറയാം. അപ്പോൾ ഒരു കുട്ടി കളിക്കുന്നു എന്ന് വരുമ്പോൾ ഒരു കുട്ടി നിങ്ങൾക്കറിയാം ബോയ് എന്നാണ് അല്ലേ. അപ്പോൾ ബോയുടെ അവിടെ എസ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ എസ് ഇല്ലാത്തത് കൊണ്ട് ഇതിന് ഒത്തിരി ഗ്രാമാറ്റിക്കലി കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. കുട്ടി കളിക്കുന്നു എന്നാണെങ്കിൽ ബോയ് പ്ലേസ് എന്ന് വരും. അതായത് ഇപ്പുറത്തെ എസ് ഇല്ല, അപ്പുറത്തെ എസ് ഉണ്ട് എന്ന് ഓർക്കുക. അങ്ങനെയല്ല കേട്ടോ. പക്ഷേ ഒരാളെ ഉള്ളെങ്കിൽ നമ്മൾ കളിക്കുന്നു, പോകുന്നു, വരുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളവിടെ എസ് ചേർത്ത് വെർബ് കൊടുക്കണം. കുട്ടി കളിക്കുന്നു, ബോയ് പ്ലേസ് എന്നാണ്. എന്നാൽ അവിടെ കുട്ടികൾ എന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ആൺകുട്ടികൾ എന്ന് വരുമ്പോൾ ബോയ്സ് എന്ന് വരും. ആൺകുട്ടികൾ എന്ന് വരുമ്പോൾ എസ് അവിടെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ എസ് കൊടുക്കണ്ട. അതങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് കുറേ പേരുണ്ടെങ്കിൽ അപ്പുറത്തെ എസ് കൊടുക്കണ്ട. അപ്പം ബോയ്സ് വരുമ്പോൾ എന്ത് വരും? പ്ലേ വരും. മനസ്സിലായോ? കുട്ടി കളിക്കുന്നു എന്ന് വരുമ്പം ബോയ് പ്ലേസ്, കുട്ടികൾ കളിക്കുന്നു എന്ന് വരുമ്പം ബോയ്സ് പ്ലേ എന്ന് വരുന്നു. മനസ്സിലായി കാണുമല്ലോ. വളരെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാം. പെൺകുട്ടി കളിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി കളിക്കുന്നു, എ ഗേൾ പ്ലേസ്. പെൺകുട്ടികൾ കളിക്കുന്നു എന്നാണെങ്കിൽ ഗേൾസ് പ്ലേ. മനസ്സിലായോ? ആ കുട്ടി വായിക്കുന്നു, അല്ലെങ്കിൽ ആ ആൺകുട്ടി വായിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ എയും ആനും ഒന്ന് അല്ലെങ്കിൽ ഒരു എന്ന് പറഞ്ഞു. ആ സമയത്ത് എടുത്തൊരു കുട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കവിടെ ദ ഉപയോഗിക്കാം. അത് ഞാൻ എയുടെ ആൻ്റെ കൂടെ പറയാനിരുന്നാണ്, വിട്ടുപോയതാണ്, അതുകൊണ്ട് പറയാണ്. ആ കുട്ടി ദ ബോയ്, ആ കാർ ദ കാർ, ആ സ്കൂൾ ദ സ്കൂൾ. അതായത് ആ എന്ന് കൈ ചൂണ്ടിക്കാണിക്കല്ല, ഒരു പർട്ടിക്കുലറായിട്ട്. ഇപ്പം ഞാൻ പറഞ്ഞു ആ കുട്ടി കളിക്കുന്നു, ദ ബോയ് പ്ലേസ്. ആ കുട്ടികൾ കളിക്കുന്നു, ദ ബോയ്സ് പ്ലേ. മനസ്സിലായി കാണുമല്ലോ. അപ്പം പെൺകുട്ടി കളിക്കുന്നു, ഗേൾ പ്ലേ, എ ഗേൾ പ്ലേസ്. എന്നാൽ പെൺകുട്ടികൾ കളിക്കുന്നു, ഗേൾസ് പ്ലേ. മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണിത്. ഇപ്പം ക്ലാസ്സിലൊരു കുട്ടി, ഇപ്പം ചൈൽഡ് എന്ന് പറഞ്ഞാലും കുട്ടി എന്നാണ്, ചൈൽഡ് കുട്ടിയാണ്. എ ചൈൽഡ് കുട്ടി പുസ്തകം വായിക്കുന്നു, ഒന്നും വേണ്ട, കുട്ടി വായിക്കുന്നു. വായിക്കുക എന്നുള്ളതിന് റീഡാണ്. ചൈൽഡ് റീഡ്സ്. കുട്ടികൾ വായിക്കുന്നു. ചൈൽഡ് എന്നുള്ളത് ഒരു കുട്ടിയാണെങ്കിൽ കുറേ കുട്ടികൾ എന്ന് പറയുമ്പം ചിൽഡ്രൻ എന്ന് പറയും. അപ്പം ചിൽഡ്രൻ റീഡ്. ഓക്കെ, നിങ്ങളൊന്ന് പറയൂ. അവൻ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളത് സ്റ്റഡിയാണ്. അവൻ ഹീയാണ്, ഹീ സ്റ്റഡീസ്. അവൻ പഠിക്കുന്നു. ആ കുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടി അവൻ ഹീയാണ്. അവർ എന്ന് വരുമ്പോൾ എന്താവും? ദേ ആവും. അവർ പഠിക്കുന്നു, ദേ സ്റ്റഡി. അവൻ പഠിക്കുന്നു, ഹീ സ്റ്റഡീസ്. അവർ പഠിക്കുന്നു, ദേ സ്റ്റഡി. അപ്പോൾ നോക്കൂ, ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രവൃത്തികൾ പോകുന്നു എന്നുള്ളതിന് ഗോയാണ്, വരുന്നു എന്നുള്ളതിന് കമ്മാണ്. ഇപ്പോൾ പിന്നെ ഒരു പശു പോകുന്നു, എ കൗ ഗോസ്. പശുക്കൾ പോകുന്നു, കുറേ പശുക്കൾ പോകുന്നു, കൗസ് ഗോ.
മനസ്സിലായല്ലോ? അപ്പോൾ ഓരോ പ്രവൃത്തികളുടെ വാക്കുകൾ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇതെല്ലാം നമ്മളിപ്പോൾ കുറേ ആൾക്കാരുള്ളതും ഒരാൾ മാത്രമുള്ളതും ഒക്കെ പറഞ്ഞു. പക്ഷെ ഞാനെന്നും നീയെന്നും പറയുമ്പം ഇവിടെ നമ്മൾ കുറേ ആൾക്കാർ പറയുമ്പോൾ എന്താണ് പറയുന്നത് അതാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഞാനെന്നത് ഐ ആണ്, നീ എന്നത് യു ആണ്. അപ്പോൾ ഞാൻ പോകുന്നു എന്ന് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഐ ഗോസ് എന്ന് പറയൂല. ഞാൻ പോകുന്നു, ഐ ഗോ. നീ പോകുന്നു, യു ഗോ. ഞാൻ വരുന്നു, ഐ കം. നീ വരുന്നു, യു കം. ഞാൻ വേറൊന്നും ഇവിടെ ചേർത്തിട്ടില്ല. നിങ്ങളിങ്ങനെ തന്നെ പഠിച്ച് മനസ്സിലാക്കി പോവുക. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസുകൾ മാത്രം ആദ്യം മനസ്സിലാക്കുക, ശേഷം നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടുത്തെ ഗ്രാമർ ഒന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ ആ വാക്ക് അതുപോലെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ ഒരു എസ് ചേർക്കുക. എന്നാൽ കുറേ പേരുണ്ടെങ്കിൽ എസ് ചേർക്കരുത്. അതുപോലെ ഐയുടെയും യുവിൻ്റെയും കൂടെയും പോകുന്നു, വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ആ വെർബ് അതുപോലെ എഴുതിയാൽ മതി. വെർബ് അറിയാമല്ലോ, ഓരോ ആക്ഷനുകളാണ് വെർബ്. അപ്പോൾ നോക്കൂ, ഞാൻ പോകുന്നു, ഐ ഗോ. നീ പോകുന്നു, യു ഗോ. അവൻ പോകുന്നു എന്ന് വരുമ്പോഴത്തേ എന്താവും? ഹി ഗോസ് എന്നാകും, ഇല്ലേ? അവൾ പോകുന്നു, അത് ഷീ ഗോസ് എന്നാകും. ഓക്കെ ആണോ? അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. പേഴ്സണലായിട്ട് ക്ലാസ്സുകൾക്ക് ചേരേണ്ടവർക്ക് ഈ നമ്പർ ഉപയോഗിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ വരുന്ന എക്സർസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഈ എക്സസൈസുകൾ ചെയ്യുക. അപ്പം അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് അവൻ സഹായിക്കുന്നു. 3 അവർ സഹായിക്കുന്നു. 4 അമ്മ സഹായിക്കുന്നു. എൻ്റെ വേണ്ട, അമ്മ സഹായിക്കുന്നു. അമ്മ എന്നുള്ളതിന് മദറാണ്. ഓക്കെ. ഇനി ഞാൻ പഠിക്കുന്നു. പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡിയാണ്, പഠിക്കുന്നു. ഇപ്പോൾ വൈ വരുമ്പോൾ അതിൻ്റെ കൂടെ എസ് മാറ്റി IES എന്ന് ചേർക്കുക, അതും കൂടെ ഓർക്കുക. അടുത്തത് അവർ പോകുന്നു. പോകുക എന്നുള്ളതിന് ഗോയാണ്. അവർ എന്ന് പറയുമ്പോൾ കുറേ പേരുണ്ടല്ലോ, അവർ പോകുന്നു. നീ പോകുന്നു. ഇനി ഒരു ഫാൻ. ഒരു ഫാൻ എന്നുള്ളതിന് എന്ത് എഴുതുമെന്ന് നോക്കാം. ഇനി ഒരു പ്രത്യേക ഫാൻ അല്ലെങ്കിൽ ആ ഫാൻ എന്ന് പറയാണ്. അതുപോലെ ഫാനുകൾ കുറേ എണ്ണത്തിന്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനാണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സസ് ഉടൻ തന്നെ അത് സീരീസ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് മുതൽ ഓരോന്നും പഠിച്ച് മനസ്സിലാക്കി തന്നെ പോവുക. തീർച്ചയായിട്ടും ഒരു 10 ക്ലാസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ക്ലാസ് ആയിരിക്കും ഇതിനകത്തുള്ളത്. അപ്പം ന്യൂ ക്ലാസ്സാണ്, ബിഗിനേഴ്സിൻ്റെ ന്യൂ ക്ലാസ്സാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ വളരെ പേഴ്സണലായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.